തമിഴ്നാട്ടിൽ ഇത്തവണ ആരായിരിക്കും നിയമസഭയിൽ അധികാരത്തിൽ എത്തുന്നത്? തമിഴ്നാട് നിയമസഭാ ഇലക്ഷന്റെ കുറേയേറെ ഒപ്പീനിയൻ പോളുകൾ പുറത്തു വന്നിരുന്നു. ഇങ്ങനെ പുറത്തു വന്ന പല ഒപ്പീനിയൻ പോളുകളും കടുത്ത മത്സരമാണ് പ്രവചിച്ചത്. DMK മുന്നണിക്ക് നേരിയ മുൻതൂക്കം മാത്രമാണ് ഉള്ളതെന്നാണ് ഈ ഒപ്പീനിയൻ പോളുകൾ അവകാശപ്പെട്ടത്. എന്നാൽ ഇപ്പോൾ ഏറ്റവും പുതിയ ഒരു തമിഴ്നാട് ഇലക്ഷന്റെ ഒപ്പീനിയൻ പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഈ ഒപ്പീനിയൻ പോളിന്റെ വിവരങ്ങൾ നമുക്ക് വ്യക്തമായി അവലോകനം ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പല ഗോദി മീഡിയ ചാനലുകളുടെയും സർവേ പ്രകാരം കടുത്ത മത്സരമാണ് തമിഴ്നാട്ടിൽ നടക്കുന്നത് എന്നാണ് പറയുന്നത്. എന്നാൽ ഇപ്പോൾ പുറത്തുവന്ന ലോക് പോളിന്റെ സർവേ കാണിക്കുന്നത് മറിച്ചാണ്. ആ സർവേയുടെ ഫലങ്ങൾ കാണുന്നതിന് മുൻപ് 2021 തെരഞ്ഞെടുപ്പിൽ ഓരോ മുന്നണികൾക്കും ലഭിച്ച സീറ്റുകളും വോട്ട് ശതമാനവും എത്രയാണെന്ന് കാണാം. അന്ന് DMK മുന്നണിക്ക് ലഭിച്ചത് മൊത്തമുള്ള 234 സീറ്റുകളിൽ 159 സീറ്റുകൾ ആയിരുന്നു. NDAക്ക് ലഭിച്ചത് വെറും 75 സീറ്റുകൾ ആയിരുന്നു. ചരിത്രത്തിൽ ആദ്യമായി അതുവരെ ഒരു സീറ്റുകളിൽ ലഭിക്കാതിരുന്ന BJPക്ക് AIADMKയോട് ചേർന്ന് മത്സരിച്ചതിനാൽ 4 സീറ്റുകൾ ലഭിക്കുകയും ചെയ്തു. ഓരോ മുന്നണികൾക്കും ലഭിച്ച വോട്ട് ശതമാനം ഇങ്ങനെയാണ്. DMK മുന്നണിക്ക് 45.38%, NDAക്ക് 39.71%. അതായത് NDA മുന്നണിയേക്കാൾ ഏകദേശം 5.25% വോട്ടുകളാണ് DMK മുന്നണിക്ക് കൂടുതൽ ലഭിച്ചത്. ലോക് പോളിന്റെ ഈ സർവേയുടെ സാമ്പിൾ സൈസ് വളരെ വലിയതാണ്. 1,17,000 പേരെയാണ് ഈ സർവേയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഓരോ മണ്ഡലങ്ങളിൽ നിന്നും ഏകദേശം 500 പേരെ വീതം ഉൾപ്പെടുത്തിയാണ് അവരുടെ ഈ സർവേ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ സർവേ അനുസരിച്ച് DMK മുന്നണിക്ക് 181 മുതൽ 189 വരെ സീറ്റുകളും, NDA മുന്നണിക്ക് 38 മുതൽ 42 വരെ സീറ്റുകളും, വിജയുടെ TVKയ്ക്ക് 8 മുതൽ 10 വരെ സീറ്റുകളും ലഭിക്കുമെന്നും മറ്റുള്ളവർക്ക് ഒരു സീറ്റുകളും ലഭിക്കുകയില്ലെന്നുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 159 സീറ്റുകൾ ലഭിച്ച DMK മുന്നണി ഇപ്രാവശ്യം അത് 189 വരെ സീറ്റുകളിലേക്ക് വർദ്ധിപ്പിക്കാം എന്നാണ് പറയുന്നത്. 30 സീറ്റുകൾ വരെ കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് അവർക്ക് കൂടുതൽ ലഭിക്കാമെന്ന്. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം 75 സീറ്റുകൾ ലഭിച്ച NDA മുന്നണി ഏതാണ്ട് അതിന്റെ പകുതിയിലേക്ക് ചുരുങ്ങും എന്നാണ് പറയുന്നത്. വെറും 38 മുതൽ 42 വരെ സീറ്റുകൾ മാത്രമാണ് അവർക്ക് ലഭിക്കുന്നത് ഈ സർവേ പ്രകാരം. പുതിയ രാഷ്ട്രീയ പാർട്ടിയായ TVK മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ച് 8 മുതൽ 10 വരെ സീറ്റുകൾ സ്വന്തമാക്കും എന്നും പറയുന്നു. ഇനി ഓരോ മുന്നണികൾക്കും വോട്ട് ശതമാനം എത്രയാണ് ലഭിക്കുന്നത് എന്ന് നോക്കാം. DMK മുന്നണിക്ക് 40.1%, NDA മുന്നണിക്ക് വെറും 29% വോട്ടുകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നാണ് കണ്ടെത്തൽ. ഏതാനും മാസങ്ങൾക്ക് മുൻപ് മാത്രം രൂപീകരിച്ച വിജയുടെ TVK പാർട്ടിക്ക് 24% വോട്ടുകൾ ലഭിക്കുമെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ 23.9% വോട്ടുകൾ. അതായത് NDA മുന്നണിയേക്കാൾ വെറും 5% വോട്ട് കുറവ് മാത്രമാണ് TVKയ്ക്ക് ലഭിക്കുന്ന വോട്ട് ശതമാനം. അങ്ങനെയെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പ് ആവുമ്പോഴേക്കും TVK തമിഴ്നാട്ടിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായി മാറാനുള്ള, അല്ലെങ്കിൽ ഒരുപക്ഷെ ഭരണകക്ഷി വിരുദ്ധ വികാരമുണ്ടെങ്കിൽ ഭരണത്തിൽ തന്നെ എത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ ആവില്ല. ഇവരുടെ സർവേ കാണിക്കുന്നത് ശരിയാണെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ NDA മുന്നണി അവിടെ തകർന്നടിയും എന്ന് നിസ്സംശയം പറയാം. അവർക്ക് ഒറ്റയ്ക്ക് 24% വോട്ടുകൾ ലഭിക്കുകയാണെങ്കിൽ ADMKയിലുള്ള നേതാക്കൾ TVKയിലേക്ക് കൂറുമാറുമെന്ന് 100% ഉറപ്പിക്കാം. അങ്ങനെ വന്നാൽ വളരെ നാളുകൾ തമിഴ്നാട് ഭരിച്ച ഒരു പാർട്ടിയുടെ ADMKയുടെ അന്ത്യമായിരിക്കും ഉണ്ടാവാൻ പോവുക. ഈ സർവേ അനുസരിച്ച് പ്രധാനമായും ADMKയുടെ NDA മുന്നണിയുടെ വോട്ടുകളാണ് TVK വിഭജിച്ച് കൊണ്ടുപോകുന്നത് എന്ന് നമുക്ക് കാണാം. കാരണം കഴിഞ്ഞ പ്രാവശ്യം 40% വോട്ടുകൾ ലഭിച്ച അവർ 11% വോട്ടുകൾ നഷ്ടപ്പെട്ട് 29% കുറയുന്നു. അതുപോലെ DMK മുന്നണിയുടെ വോട്ടുകളിലും കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്ന് 5% കുറവ് വരുമെന്നാണ് ഈ സർവേയുടെ കണ്ടെത്തൽ. അവരുടെ വോട്ട് ശതമാനത്തിൽ കുറവുണ്ടാകുമെങ്കിലും പ്രധാന പ്രതിപക്ഷമായ NDA മുന്നണിയേക്കാൾ 11% കൂടുതൽ വോട്ടുകൾ അവർക്ക് ലഭിക്കുന്നതിനാലാണ് അവരുടെ സീറ്റുകളുടെ എണ്ണത്തിൽ 30 എണ്ണത്തിന്റെ വരെ വർധന ഉണ്ടാവുന്നത്. 2021 തെരഞ്ഞെടുപ്പിൽ അവർക്ക് 5.25% താഴെ വോട്ടുകൾ മാത്രമേ അധികമുണ്ടായിരുന്നുള്ളൂ. ആ വ്യത്യാസമാണ് ഇപ്പോൾ ഇരട്ടിയാകുമെന്ന് ഇവരുടെ ഈ സർവേ പറയുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെയാണ് പിന്തുണയ്ക്കുന്നത് എന്നുള്ള സർവേയുടെ ഫലമാണ് അതിലും ഞെട്ടിക്കുന്നത്. 41% പേർ
MK സ്റ്റാലിൻ മുഖ്യമന്ത്രിയാകണം എന്നാണ് അഭിപ്രായപ്പെട്ടത്. അതായത് അവരുടെ മുന്നണിക്ക് ലഭിക്കുന്ന 40.1% തുല്യമായ ശതമാനം ആളുകളാണ് MK സ്റ്റാലിൻ മുഖ്യമന്ത്രിയാകണം എന്ന് പറഞ്ഞത്. എന്നാൽ ഞെട്ടിപ്പിക്കുന്ന കാര്യം എന്താണ് എന്ന് വെച്ചാൽ ഇവിടെ രണ്ടാമത്തെ പ്രിഫറൻസ് വിജയ്ക്കാണ്. 27.1% പേരാണ് വിജയ് മുഖ്യമന്ത്രിയാവണം എന്ന് അഭിപ്രായപ്പെട്ടത്. ADMKയുടെ പളനിസ്വാമി മുഖ്യമന്ത്രിയാകണം എന്ന് പറഞ്ഞവർ അവർക്ക് ലഭിക്കുന്ന വോട്ടുകളെക്കാൾ കുറവ് ശതമാനം ആളുകളാണ്. 24.1% പേർ. 29% വോട്ടുകൾ അവർക്ക് ലഭിക്കും എന്ന് പറഞ്ഞ സർവേയിലാണ് പളനിസ്വാമി മുഖ്യമന്ത്രിയാവാൻ പിന്തുണ നൽകുന്നത് വെറും 24% ആളുകൾ എന്ന് കണ്ടത്. എന്നാൽ 24% വോട്ടുകൾ വിജയുടെ പാർട്ടിക്ക് ലഭിക്കുമ്പോൾ അതിനേക്കാൾ 3% അധികം ആളുകൾ അദ്ദേഹം മുഖ്യമന്ത്രിയാവണം എന്ന് അഭിപ്രായപ്പെട്ടവരാണ്. ഈ സർവേയുടെ കണ്ടെത്തൽ ശരിയാണെങ്കിൽ ഒരുപക്ഷെ തമിഴ്നാട്ടിലെ രണ്ടാമത്തെ കക്ഷിയായി അവർ എത്തിയെങ്കിലും അത്ഭുതപ്പെടാനില്ല. ന്യായമായും 27%-ലധികം ആളുകൾ വിജയ് മുഖ്യമന്ത്രിയാവണം എന്ന് താല്പര്യമുള്ളവർ ആണെങ്കിൽ അവരുടെ പാർട്ടിക്കും അത്രത്തോളം വോട്ടുകൾ ലഭിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അങ്ങനെ വന്നാൽ തമിഴ്നാട്ടിൽ ഭരണം പിടിക്കാമെന്ന് വ്യാമോഹിക്കുന്ന NDAയ്ക്കും മോദിക്കും അത് വലിയ തിരിച്ചടിയായിരിക്കും. 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടാൽ തമിഴ്നാട്ടിൽ NDA മുന്നണിയുടെ അവസാനമായിരിക്കും. ഇനി 2-ാം സ്ഥാനത്ത് വന്നാൽ തന്നെ വിജയുടെ പാർട്ടിക്ക് ഇത്രത്തോളം വോട്ട് ശതമാനം ലഭിക്കുകയാണെങ്കിൽ അത് തമിഴ്നാട്ടിൽ ADMKയുടെ അവസാനത്തിന്റെ തുടക്കമായിരിക്കും, NDAയുടേതും. എനിക്കറിയാം ആളുകൾക്ക് സർവേകളിലുള്ള വിശ്വാസം പരിപൂർണമായി നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളത്. അതിന് കാരണം മോദിയുടെ സെലക്ഷൻ കമ്മീഷൻ മോദിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പുകൾ വലിയ തോതിൽ അട്ടിമറിക്കുന്നു എന്നുള്ളതാണ്. ജനങ്ങൾ എത്ര വലിയ തോതിൽ വോട്ട് ചെയ്താലും അവസാന ഫലം വരുമ്പോൾ BJP വലിയ തോതിൽ വിജയിക്കുന്ന കാഴ്ചയാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യയിൽ കണ്ടുവരുന്നത്. തമിഴ്നാട്ടിലും SIR വഴി വളരെയേറെ വോട്ടുകൾ നീക്കം ചെയ്തിട്ടുണ്ട്. എന്നാൽ നിഷ്പക്ഷമായ ലോക് പോളിനെ പോലെയുള്ള സർവേകൾ കാണിക്കുന്നത് നാട്ടിലെ ജനങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നാണ്. അതായത് തമിഴ്നാട്ടിലെ ജനങ്ങളുടെ യഥാർത്ഥ ആഗ്രഹമാണ്, മനസ്സിലിരിപ്പാണ് ഈ സർവേ കാണിക്കുന്നത്. പശ്ചിമ ബംഗാളിലും മമതാ ബാനർജി ഇത്രയേറെ ചെറുത്തുനിൽപ്പ് നടത്തിയിട്ടും കോടതിയിൽ പോയിട്ടും വലിയ തോതിലാണ് വോട്ടുകൾ നീക്കം ചെയ്യുകയും അതുപോലെ ഇല്ലാത്ത വോട്ടുകൾ കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നത്. ഇന്നലെ പുറത്തു വന്ന കാര്യമാണ് 30,000-ലധികം വോട്ടർമാരെ ചേർക്കാനുള്ള അപേക്ഷയുമായി BJPക്കാർ വന്നു എന്ന്. അത് കണ്ടുപിടിക്കപ്പെട്ട കാര്യം. പശ്ചിമ ബംഗാളിൽ ഉടനീളം വളരെയേറെ ആളുകളുടെ വോട്ടുകളാണ് മോദിയുടെ സെലക്ഷൻ കമ്മീഷൻ നീക്കം ചെയ്തത്. ഇങ്ങനെ നീക്കം ചെയ്ത എല്ലാ വോട്ടുകളും മമതാ ബാനർജിയുടെ പാർട്ടിക്ക് ലഭിക്കുന്ന വോട്ടുകളാണ്. അതുപോലെ ദശലക്ഷക്കണക്കിന് വോട്ടുകൾ BJPക്ക് വേണ്ടി സെലക്ഷൻ കമ്മീഷൻ കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്നും ഉറപ്പാണ്. തമിഴ്നാട്ടിലെ അവസാന ഫലം എങ്ങനെയാകും എന്ന് പ്രവചിക്കാൻ കൃത്യമായി സാധിക്കുകയില്ല എങ്കിലും ഇതാണ് തമിഴ്നാട്ടിലെ ജനങ്ങളുടെ വിധിയെന്ന് നിസ്സംശയം പറയാം. വലിയ തോതിൽ അട്ടിമറി നടന്നില്ലെങ്കിൽ NDA മുന്നണി തകർന്നടിയുകയും DMK വലിയ ഭൂരിപക്ഷത്തോടെ തിരിച്ച് അധികാരത്തിൽ എത്തുകയും ചെയ്യും എന്ന് ഉറപ്പാണ്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്?